ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു എന്നുള്ള തെറ്റ്. അപ്പോൾ ദൈവം എന്തിന് മനുഷ്യനെ സൃഷ്ടിച്ചു? ആ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. ദൈവത്തെ എന്ത് ചെയ്തു? ഇവിടെ ഇവിടെ നടന്ന കാര്യം, ദൈവത്തെ അവന് പ്രതിയോഗിയായിരിക്കുന്ന സമാഗമന കൂടാരത്തിന് മീതെ എൻ്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞ, ദൈവ സിംഹാസനത്തിന് മുകളിൽ എൻ്റെ സിംഹാസനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ലൂസിഫർ എന്ന ദൂതൻ മത്സരിച്ച് അവന്റെ അവന്റെ നിലയിൽ നിന്ന് വീഴ്ത്തപ്പെട്ട അനുഭവത്തിൽ, ആ ദൂതന്റെ മുമ്പിൽ ദൈവം വീണ്ടും നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മനുഷ്യന്റെ പ്രവൃത്തി കാരണമായി തീർന്നു. എങ്കിലും ദൈവം എന്ത് ചെയ്തു? അവനെ തോൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി ഉടുപ്പിച്ചു. ദൈവത്തിന്റെ മനസ്സിലും, കാരണം ദൈവമാണ് ആ മനുഷ്യനെ മനഞ്ഞത്. ആ മനുഷ്യനെ മനഞ്ഞത് ആരംഭത്തിലുണ്ടായിരുന്ന ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ആദമിന്റെ ഹവ്വയുടെ സൃഷ്ടിപ്പിന് മുമ്പ് പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ വീണ്ടും എന്താക്കി തീർത്തിട്ടാണ് മനുഷ്യന് വാഴുവാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നമ്മൾ നടത്തിയിരുന്നത്. പാഴായി കിടന്ന ഈ ഭൂമി ഒരു പക്ഷേ ലൂസിഫറിനും അവന്റെ ആ ഒരു സൈന്യങ്ങൾക്കും വേണ്ടി ഒരുപക്ഷെ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കാം ആദിയിലുണ്ടായിരുന്ന ഭൂമി. അതായത് പാഴും ശൂന്യവും ആയിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ആ ഭൂമിയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ദൈവപ്രവൃത്തിക്ക് വിരോധമായി മനുഷ്യൻ നിന്നു. അല്ലെ, മനുഷ്യനെ എന്ത് ചെയ്തു? പിശാച് പാമ്പിന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആത്മാക്കൾക്ക് ഈ ഭൂമിയിൽ വസിക്കണമെങ്കിൽ എന്ത് വേണം? ഭൂമിയിലുള്ള ഒരു 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 എന്തെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ ഇതിന് ആവശ്യിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് ഈ ഭൂമിയിൽ അതിന് നിലനിൽപ്പുള്ളൂ. അല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഒരുപാട് സമയം ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ ചെയ്യുന്ന പോലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. അതായത് നമ്മളിപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയി നമുക്കൊന്നും, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള ക്രമീകരണം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ വേറൊരു ഗ്രഹത്തിൽ പോയി മണിക്കൂറുകൾ, ദിവസങ്ങൾ, അല്ലെ മാസങ്ങളോട് താമസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ ശരീരത്തെയും അവനുള്ള സകലത്തെയും അതേപോലെ ശാസ്ത്രം എന്ത് ക്രമീകരിച്ചിട്ടാണ് നമ്മള് മറ്റുള്ള ഗ്രഹങ്ങളിൽ, അല്ലെ മറ്റുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ അതിനുവേണ്ട ഷൂട്ടുകളും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്ത് ഭക്ഷണക്രമമൊക്കെ ചെയ്തിട്ടാണ്. സ്വർഗത്തിലെ ദൂതന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുപാട് സമയങ്ങളൊന്നും ഈ ഭൂമിയിൽ, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ബോഡി അവന് വേണം. അപ്പോൾ അതാണ് പാമ്പ്. ആ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് മുഖാന്തരം അകറ്റിക്കളയുമ്പോഴും ദൈവത്തിന് എന്ത് ചെയ്തു? അവരോട് മനസ്സലിവ് തോന്നുകൊണ്ട്. കർത്താവിനറിയാം ഇവർ ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ് കേട്ടോ. ദൈവത്തിന്റെ പേരിലെ കൃപയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ, അല്ലെ ദൈവം തന്ന പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പം. പക്ഷെ ഇറങ്ങിപ്പോകുന്ന ദുരിതപൂർണമായിരിക്കുന്ന നാശകരമായ ഒരു നരക ജീവിതത്തിലേക്കായിരിക്കുമെന്ന് പലരും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പലരും അറിയുന്നില്ല. ഞാൻ ഈ രക്ഷയെ അഗണ്യമാക്കി ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ക്രിസ്തു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കണം, ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ഈ പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥത ഉണ്ടെന്ന് കാണുന്നവരാണ് കേൾക്കുന്നവർ പലരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് ഇതിലൊക്കെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ, എന്തെല്ലാം ആരാധനക്രമം ഞങ്ങളുടെ ജീവിതത്തിൽ അവരഗണ്യമാക്കി വീണ്ടും പാപത്തിൽ എവിടെയാ പോകുന്നവരെ? സ്തോത്രം. ദൈവത്തിൽ നിന്നകുന്ന മനുഷ്യൻ ഇറങ്ങിപ്പോയ ജീവിതത്തിന്റെ കഷ്ടത അവരുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. ആ കഷ്ടത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി കർത്താവിനറിയാം ഈ രൂപത്തിൽ ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃപയുടെ ഒരു വസ്ത്രം, ഒരു യാഗത്തിൽ കൂടി ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതായി നമുക്ക് കാണും. എന്ന് പറഞ്ഞാൽ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയിൽ, ആ ഭൂമിയിലെ ന്യായവിധിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ ഭൂമിയിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, അല്ലെങ്കിൽ
ഒരു പ്രത്യേക സൃഷ്ടിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആ ഒരു അനുഭവത്തിലേക്ക് അവിടേക്ക് പോകുവാൻ ആവശ്യമില്ലാത്ത ഒരുവൻ ഇറങ്ങി വരുമ്പോൾ അവൻ അവിടെ നിന്ന് എല്ലാം നെഗറ്റീവ്സുകൾ, അതായത് ചന്ദ്രനിലേക്ക് പോയാലും ചൊവ്വയിലേക്ക് പോയാലും മനുഷ്യ ശരീരത്തിന് വരുന്ന നെഗറ്റീവ്സുകൾ കൊണ്ട് അവന് നാശവും പെരുശായി പോകാതിരിപ്പാൻ ദൈവം എന്ത് ചെയ്തൊരു യാഗത്തിൽ കൂടി ഒരു ഒരു വസ്ത്രം തോൽ കൊണ്ടുണ്ടാക്കി കൊടുത്തു. കൃപ ലഭിച്ച് ന്യായവിധിയിൽ നിന്നോട് വിടുതലിന് വേണ്ടി. ഉൽപ്പത്തി പുസ്തകം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ദുഃഖമുണ്ടായി ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാനായി ദൈവം തുനിയുമ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ് ഈ കൃപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന ഒരു ന്യായവിധി അവിടെ നിൽക്കുമ്പോൾ മനുഷ്യനും അത് തന്നെയാണ്. കൃപയാലാണ് അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ എങ്ങനെ രക്ഷിക്കപ്പെട്ടിരിക്കും? വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവ് കൃപ ചൊരിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു കണ്ടന്റ് വെച്ച് വിശ്വസിപ്പാൻ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ, ആ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ ദൈവം തന്ന കൃപ മൂലം തന്റെ പുത്രനിലുള്ള വിശ്വാസം നമ്മളിൽ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ന്യായവിധിയിൽ നമ്മൾ ഒഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നോഹയ്ക്ക് എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൃപ ലഭിച്ചു. വരാൻ പോകുന്ന വലിയ ന്യായവിധി കണ്ടതാണ്. സകലതും ചത്തൊടുങ്ങി. നോഹയും അവന്റെ കുഞ്ഞുങ്ങൾ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞിരുപ്പാണ്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ഒരു കൊച്ചു യഹൂദയിലുള്ള ഒരു കൊച്ചു ബാലിക, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരു കൊച്ചു ബാലികയുടെ അടുക്കൽ വന്നിട്ട് ദൈവത്തിന്റെ ശക്തനായ പ്രധാന ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവിടെ കൃപ ലഭിക്കുകയാണ്. എന്താണ് ഇവിടെ കൃപ ലഭിക്കാനുള്ള? ന്യായപ്രമാണ ലംഘിയായിരിക്കുന്ന യഹൂദന് മേൽ വരാൻ പോകുന്ന കഠിനമായ ഒരു ന്യായവിധി വരാൻ പോകുന്നു. ഈ ന്യായവിധിയിൽ നിന്ന് ക്രിസ്തു മുഖാന്തരം, അല്ലെങ്കിൽ ആ യഹൂദനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സ്തോത്രം രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകൻ, കൃപ പകരുന്ന ഒരു രക്ഷയിൽ കൂടി ന്യായവിധി വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നുള്ള ഒരു രക്ഷ അവിടെ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഈ പെൺകുട്ടിയിലേക്ക് ദൈവത്തിന്റെ കൃപ ചൊരിഞ്ഞ് രക്ഷകനെ അതിൽ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവരിക ചെയ്ത്. പിന്നെ നമുക്ക് കൃപ ലഭിക്കുന്നതായി പുതിയ നിയമത്തിൽ കാണുവാനായി കഴിയുന്നത് കാൽവറിയിൽ മരിക്കുന്ന കള്ളനാണ്. കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിന്റെ ക്രൂശിലെ മൊഴികൾ സൃഷ്ടിച്ചുകൊണ്ട് സ്തോത്രം വേദന അനുഭവിച്ചിട്ടും യേശു വേദന അനുഭവിക്കുന്നു, ഈ മനുഷ്യനും വേദന അനുഭവിക്കുന്നു. ഒരു കള്ളൻ സ്തോത്രം ലോകത്തെ മുഴുവൻ കുറ്റം പറയുകയാണ്, യേശുവിനെയും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ മറ്റേ മനുഷ്യൻ നിശബ്ദനായി യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഈ ഓരോ മൊഴികളും ശ്രദ്ധിച്ചു. അവന്റെ വേദനയുടെ മധ്യത്തിലും അവൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, അവസാനം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൃപ ലഭിച്ചവന് ബോധ്യമായി ഇവൻ തന്നെ ലോകരക്ഷകൻ. അവസാനം മരണത്തിന് അല്പസമയം മാത്രമുള്ളപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, നാഥാ എന്നെ നീ രക്ഷിച്ചുകൊള്ളണമേ എന്ന് പറയുമ്പോൾ കർത്താവ് ഉടനെ വാക്ക് കൊടുത്തു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഇതിനൊരു മർമ്മമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളത് വ്യക്തമായ ഒരു ഒറ്റ കാൽവറിയിലെ യാഗത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരിൽ കൂടി പിതാവാം ദൈവം വെളിപ്പെടുത്തിയ ഒരു മർമ്മമാണ് ഈ കള്ളന് ലഭിച്ച കൃപ എന്ന് പറയുന്നത്. അതായത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള ദൈവിക പ്രമാണത്തെ അക്ഷരം പ്രതി നിവർത്തീകരിച്ചുകൊണ്ട് ചില മണിക്കൂറുകൾക്കുള്ളുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ അതുപോലെ ചെയ്ത സകല അധർമ്മങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ക്രൂശിൽ ക്ഷമ ലഭിച്ച ഒരു കള്ളനെ നമുക്ക് കാണുവാൻ. അപ്പൊ കൃപ എന്ന് പറയുന്നത് ന്യായവിധിയിൽ നിന്നുള്ള വിടുതല. ദൈവത്തിന്റെ പേരിൽ ഒരിക്കൽ ന്യായവിധിയിൽ ദൈവം നമ്മളെ വിടുവിച്ചു, കൃപ നമുക്ക് പകർന്നു, ഭൂമിയിൽ ജീവിപ്പാൻ കൃപ നമുക്ക് നൽകി തരുന്നു. ആകയാൽ അത്യുന്നതിന് സ്തുതി കരേറ്റ് മുന്നോട്ട് പോകുവാൻ കൃപയെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെയാകട്ടെ. വചനങ്ങളാൽ ദൈവം